ഇത് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് എന്നോട് പ്രയാസം ഉണ്ടായിരിക്കും, പക്ഷേ അതൊരു ഫാക്റ്റാണ്. കാരണം ദൈവം നേരിട്ട് സംസാരിക്കാൻ പ്രയാസമുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്വപ്നങ്ങളിലൂടെയും മറ്റും നമ്മളോട് സംസാരിക്കുന്നത്. അത് വ്യാഖ്യാനിക്കാനായിട്ട് വേറൊരാള് വരികയാണ്. സ്വപ്നം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കാരണം ദൈവത്തിന് എല്ലാ മനുഷ്യനോട് സംസാരിക്കണം. ഫറവോനോട് സംസാരിച്ചാലേ പറ്റുള്ളൂ ദൈവത്തിന്. പക്ഷേ വ്യാഖ്യാനിക്കാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ? ദൈവാത്മാവുള്ള ആളെ കൊണ്ടേ പറ്റുകയുള്ളൂ. ഇവിടാണ് സിസ്റ്റത്തിന്റെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ദൈവദർശനം ഓരോരുത്തർക്ക് ലഭിക്കുമ്പോൾ അത് അവർക്ക് വേണ്ടി തന്നെ ലഭിക്കുന്നെങ്കിൽ സ്വപ്ന വ്യാഖ്യാനം മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ആത്മാവുള്ളവൻ ദൈവനിയോഗത്താൽ മറ്റുള്ളവരോട് പറയുമ്പോൾ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയാത്തവർക്ക് അവരോട് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആത്മനിയന്ത്രിതമായി ജനങ്ങളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് വാസ്തവത്തിലുണ്ട് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. ദൈവത്തിന്റെയും ആത്മസംസർഗമില്ലാത്ത മനുഷ്യരുടെയും മധ്യത്തിൽ ആത്മനിറവുള്ള വ്യക്തി എന്ന ഒരു സിസ്റ്റം പ്രയോഗത്തിലാവുകയാണ്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലേ? നേരത്തെ ഉള്ള വ്യത്യാസം ഇതാണ്. മനുഷ്യനും അതായത് ആത്മനിറവില്ലാത്ത മനുഷ്യനോട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാർഗമില്ലാതിരിക്കുമ്പോൾ ആത്മനിറവുള്ള വ്യക്തിയെ ദൈവം തന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആത്മനിറവില്ലാത്ത വ്യക്തിയുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു സിസ്റ്റം നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഉള്ള ചേഞ്ച് നടക്കുകയാണ്. ഇവിടെ ദൈവത്തിന് കൽപ്പിക്കാനുള്ളത് അവൻ നേരിട്ട് പറയാതെ ആത്മാവുള്ള മനുഷ്യനിലൂടെ അവരോട് സംസാരിക്കുക, അവരോട് കൽപ്പിക്കുകയാണ്. വേറെ രീതി പറഞ്ഞാൽ ആത്മാവുള്ള മനുഷ്യരിലൂടെ ദൈവം തന്റെ ഇഷ്ടം ഭൂമിയിൽ നിർവഹിക്കുകയാണ്. കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ആത്മനിറവുള്ള വ്യക്തിയിലൂടെ ദൈവം ഭരണം നടത്തുകയാണ്. ആത്മനിറവുള്ള വ്യക്തിയിലൂടെ ദൈവം എന്ത് ചെയ്യുകയാണ്? ഭരണം നടത്തുക എന്ന് പറയാൻ കാര്യം എന്താ? ദൈവത്തിന്റെ ഇഷ്ടമുള്ള കാര്യം നടത്താൻ വേണ്ടി. ഈജിപ്തിൽ എന്ത് സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം നടക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒരാൾക്ക് ഇഷ്ടം നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവിക ഭരണം ആരിലൂടെ നടത്തുന്നു? ഇപ്പൊ ശരിക്കും ഫറവോൻ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നെങ്കിലും ആരാ ഭരണം നടത്തുന്നത്? ആരാ? ദൈവമാണ്. യോസഫല്ല, ദൈവമാണ്. കാര്യം ദൈവം പറഞ്ഞു ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ദൈവം പറഞ്ഞു ഇന്നത് നടക്കണം. അപ്പോൾ ദൈവം യോസഫിലൂടെ എന്ത് ചെയ്യുന്നു? ഭരണം നടത്തുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് 400 വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്ത് ചെയ്യുന്നു? ഇസ്രായേലിനെ തനിക്കായിട്ട് വേർതിരിച്ച് അവർക്ക് ഒരു ദേശം കൊടുക്കാൻ വേണ്ടി ദൈവം മിസ്രൈമിൽ നിന്ന് തന്റെ നീട്ടിയ ഭുജം കൊണ്ട് അവരെ വീണ്ടെടുത്തു. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തന്റെ ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു സമൂഹം. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത നിയമത്തിന്റെ ജനം, പീപ്പിൾ ഓഫ് ദ കവനന്റ്, അതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. ദൈവാത്മാവിന് വിധേയപ്പെടുന്നതായ ഒരു ജനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ദൈവം മരുഭൂമിയിലൂടെ അവരെ കൊണ്ടുപോകുകയാണ്. ഈ മരുഭൂമിയിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് നമ്മൾ ദൈവാത്മാവിന്റെ ഇടപെടലുകളാണ് നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് പഠിച്ചത്. എല്ലാവരും ദൈവാത്മാവ് വ്യാപരിച്ചില്ല. അവരുടെ നേതാവായ മോശയിൽ വ്യാപരിച്ചു, അവരുടെ നായകനായ യോശുവയിൽ വ്യാപരിച്ചു, യഹോവയെ പൂർണ്ണമായി പിൻപറ്റിയ കാലേബിൽ വ്യാപിച്ചു. ഇവരെല്ലാം ആത്മനിയന്ത്രിതരായിരുന്നു, സമ്പൂർണ്ണമായിട്ടും ആത്മനിയന്ത്രിതരായിരുന്നു. അല്ലാതെ പകുതി രീതിയിലല്ല. ഇവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവർ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു ഇവർ. രണ്ടും വ്യത്യാസമാണ്. ആ വ്യത്യാസമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അവർ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് തന്നെയല്ല, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിന്റെ ആളുകളായി നിന്നുകൊണ്ട് മറ്റ് ജനങ്ങളെ അമർത്തുകയും ചെയ്തു. അപ്പോൾ ദൈവം ഇന്ന ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പോയി പെട്ടെന്ന് ആ ഒരു കാര്യം മാത്രം ചെയ്യുന്ന രീതിയിലുള്ള ആത്മവ്യാപാരം അല്ലായിരുന്നു മരുഭൂമിയിലെ സഭയിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകത എന്താണ്? അവർ ദൈവത്തിന്റെ ആളുകളാണ്. they were people of God in every respect. അവരെ ദൈവം ചില കാര്യങ്ങൾക്ക് ശക്തീകരിച്ച് അതിനുവേണ്ടി പോയെന്ന് മാത്രമല്ല. ബെസ്ലേലിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ബെസ്ലേല് അവൻ ദൈവാത്മാവിന്റെ കയ്യിലൊരു ഉപകരണമായി തീരുകയാണ്. അല്ലെ, അവൻ ആത്മാവിനെ നിറഞ്ഞിരുന്നുവെങ്കിലും അവൻ ദൈവത്തിനും ജനത്തിനും മധ്യത്തിൽ നിന്ന് ജനത്തെ നയിക്കുന്നതിനുള്ള ആത്മാവിനെ അല്ല അവൻ പ്രാപിച്ചത്. അവൻ എന്താ ചെയ്തത്? ദൈവത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതായിരുന്നു അവന്റെ ദൗത്യം. ഒരു സ്പിയറിൽ മാത്രം അവനിൽ പ്രവർത്തിച്ചുള്ളൂ. ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിനെ പ്രകടിപ്പിക്കുന്നതായ മോശ, യോശുവ, കാലേബ്. ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അവിടെ മോശയുടെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച ആത്മാവുള്ള 70 പേരുടെ കാര്യം പറയുന്നുണ്ട്. അവര് ആ ഒരു ജനുസിൽപ്പെട്ട ആളുകളല്ല. അവർ വാസ്തവത്തിൽ അതിന് ശേഷമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. കാര്യം അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവർ പ്രവചിച്ചു, പിന്നെ അവരുടെ മേൽ വന്നുമില്ല, പ്രവചിച്ചുമില്ല. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അടുത്ത സിസ്റ്റത്തിലെ ആളുകളായിരുന്നു അവർ വാസ്തവത്തിൽ. ആരായി 70 മൂപ്പന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റമിക് ചേഞ്ച് നമ്മൾ കണ്ടല്ലോ. ഈ സിസ്റ്റത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന ആ രീതിയിലുള്ള ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ ഭാഗങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി
കനാൻ നാട്ടിൽ ഇവർ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന്, നമ്മൾ പാട്രിയാർസിന്റെ കാലം വരെയുള്ള ആദാമിന്റെ കാലം മുതൽ പാട്രിയാർസിന്റെ കാലം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം മരുഭൂമിയിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ സഭയുണ്ടായിരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ ഇടപെട്ടു എന്ന് മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് കനാനിൽ അവരുടെ സെറ്റിൽമെന്റിന്റെ കാലയളവിൽ ന്യായാധിപന്മാരോട് ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ നേരത്തെ പഠിച്ചതുപോലെ വിശാലമായിട്ട് പഠിക്കാനായിട്ടുള്ള സമയം നമുക്കില്ല. ഇസ്രായേൽ മക്കൾ കനാനിലെത്തി, അവരുടെ മരുഭൂമി യാത്ര കഴിഞ്ഞു, രാജ്യങ്ങൾ കൈവശപ്പെടുത്തി, ദേ ഹാവ് പൊസസ്ഡ് ദി ലാൻഡ്. അവരുടെ സെറ്റിൽമെന്റിന്റെ ആദ്യഘട്ടം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല. അവിടെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കനാൻ ദേശം ദൈവം ഇസ്രായേലിന് കൊടുത്തത് അവരുടെ വാളിന്റെയോ വില്ലിന്റെയോ കഴിവ് കൊണ്ടല്ല എന്ന് യോശുവ കൃത്യമായിട്ട് അവരോട് പറയാണ്. നിങ്ങളുടെ വാളുകൊണ്ടോ കുന്തം കൊണ്ടോ ഒന്നും അല്ല ദൈവം നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങളുടെ വില്ലിന്റെ കഴിവ് കൊണ്ടല്ല രക്ഷിച്ചത്. പ്രത്യുത ദൈവം തന്നെ അത് നിങ്ങൾക്ക് തരികയായിരുന്നു, ഇല്ലേ? ദൈവം ഓടിച്ചു കളയായിരുന്നു. അവൻ പറയാണ്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിങ്ങളുടെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടുമല്ല. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ വഴിയിൽ പാർക്കുന്നു. നമുക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവം പറയാം. ഗോഡ് ഈസ് ഗിവിംഗ് ദോസ് കൺട്രീസ്, ആ രാജ്യങ്ങൾ, ആ ദേശങ്ങൾ, ദോസ് ലാൻഡ്, ആ ദേശങ്ങൾ എന്ത് ചെയ്യാണ്? ദൈവം അങ്ങ് കൊടുക്കുകയാണ്. അല്ലാതെ ഇവർ നേടിയെടുക്കുന്ന പറയുന്നത് അർത്ഥമില്ല. അവിടെ പോയി നിങ്ങൾ താമസിച്ചോളാണ് പറയുന്നത്. ഇനി 14 മുതൽ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവ പറയാണ്, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പില് ഒന്നുകിൽ നിങ്ങൾക്ക് മിസ്രൈമിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാര് സേവിച്ച ദൈവത്തെ സേവിക്കാം. അതിന്റെ അർത്ഥം എന്നാ? ഈ മിസ്രൈമിൽ പോലും മിസ്രൈമിൽ പലപ്പോഴും അവർ യഹോവയെ മാത്രം ഒന്നും വിളിച്ചുകൊണ്ടൊന്നും അല്ല ഇരുന്നത്. അവരിടയ്ക്കിടയ്ക്കൊക്കെ കാളയെ വിളിക്കാനും ദൈവത്തെ വിളിക്കാനും വിഗ്രഹാരാധനയ്ക്കും എല്ലാം പൊയ്ക്കൊണ്ടിരുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ചിന്ത അറിയാമോ? ഇസ്രായേൽ മക്കൾ അങ്ങ് മിസ്രൈമിൽ അങ്ങ് വലിയ വിശുദ്ധന്മാരായിട്ടൊക്കെ ജീവിച്ചത്. അങ്ങനൊന്നും അല്ലായിരുന്നു. അവർ യഹോവയോട് നിലവിളിച്ചെന്ന് പോലും വേദത്തിൽ പറയുന്നില്ല. അവർ പറയുന്നത് എന്താണ്? എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കേട്ടതാ. അവരാരോടെ നിലവിളിച്ചെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതാണ് അവിടുത്തെ സ്റ്റേജ്. അതുകൊണ്ട് യഹോവ എന്ന പേര് തന്നെ അവർ മിക്കവാറും മറന്നുപോയി. മോശ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമോ, അദ്ദേഹത്തിന്റെ പേരെന്താ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും അവരെന്താണ്? അവർ വിഗ്രഹാരാധികളായി അല്ലെങ്കിൽ ദൈവബോധ്യമില്ലാത്തവരായി 400 വർഷത്തെ അവരുടെ പ്രവാസ കാലയളവിൽ അവരവരുടെ അവരുടെ മൈൻഡ് സെറ്റപ്പും അല്ലെങ്കിൽ അവരുടെ ലൈഫും എല്ലാം ആ രീതിയിൽ തകർന്നുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേട്ടോ? അപ്പോൾ എന്നാല് ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നതെന്നറിയാമോ? ഇപ്പോൾ യോശുവ പറയാണ്, ഒന്നുകിൽ നിങ്ങൾ മിസ്രൈമിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ആരാധിച്ച ദൈവത്തെ വേണമെങ്കിൽ ആരാധിക്കാം. അതല്ലെങ്കിൽ ഈ ചെല്ലുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഏത്? കാനനൈറ്റ് ഗോഡ്. ബാലുവശരെല്ലാം അവിടുത്തെ ദൈവങ്ങളാണ്. ഫെർട്ടിലിറ്റി ഗോഡ്സ് ഒത്തിരി ഉണ്ട്. കാര്യം ഇവർ കൃഷി ഒത്തിരി ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലെയും ദൈവങ്ങളുടെ പ്രത്യേകതകളുണ്ട്. ബാൽ അശേര എന്നൊക്കെ പറയുന്നത് ഫെർട്ടിലിറ്റി ഗോഡ്സ് ആണ്. കാര്യം അവർക്ക് കൃഷിയുടെ ദൈവമാണ് പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കനാന്യ ദൈവങ്ങളെ വേണമെങ്കിൽ സേവിക്കാം. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. നിങ്ങൾ എല്ലാവരും അത് നമുക്ക് പറ്റുള്ളൂ അല്ലേ? യോശുവയ്ക്ക് ഈ പറയുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അടിച്ചമർത്തി ചെയ്യാം. പക്ഷെ ആരാധിക്കുന്നത് ഇപ്പൊ നമുക്കിപ്പോ പോലീസ് ഉദ്യോഗം വല്ലതും ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരാൾ ആരെ ആരാധിക്കണമെന്ന് തീരുമാനിക്കാൻ അല്ലേ? അത് കനോട്ട് ഡിസൈഡ്. അത് നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് നമ്മുടെ ആരാധന മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ആരാധന യോഗത്തിന് വിടാതിരിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആരാധനയ്ക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. സെക്കൻഡ് സെഞ്ചുറിയിൽ ഒരു മാർട്ടിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അയാളെ ഒരു രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, യു ഡിനൈ യുവർ ഗോഡ്, ഓർ ഞാൻ ഇല്ലെങ്കിൽ നിന്റെ ദൈവത്തെ നീ വിട, അല്ലെങ്കിൽ നിന്റെ വസ്തുക്കളെല്ലാം ഞാൻ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞു. കാരണം ഈ പ്രായമുള്ള മനുഷ്യനാ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ദൈവത്തെ വിടാൻ പറ്റത്തില്ല. 40 വർഷമായിട്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ദൈവം ദ്രോഹമൊന്നും ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ ദൈവത്തെ വിടാൻ പറ്റത്തില്ല. പിന്നെ എന്റെ സ്വത്തുക്കൾ കണ്ടുകിട്ടുമെന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. കാര്യം ഓൾ മൈ ട്രഷേഴ്സ് ആർ ഇൻ ഹെവൻ. അപ്പൊ എന്റെ സ്വത്തുക്കളൊക്കെ എവിടെയാണ്? സ്വർഗത്തിലാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ എന്റെ വസ്തുക്കൾ കൊണ്ടുപോകാൻ, അതുകൊണ്ട് എനിക്കൊന്നും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അതുകൊണ്ട് യു കനോട്ട് ഡു ദാറ്റ് കിങ്. രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഉടനെ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നാട് കടത്തുമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, നാട് കടത്തിയിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. കാര്യം എന്റെ കർത്താവ് വരാത്ത സ്ഥലത്തൊന്നും നിനക്ക് എന്നെ വിടാൻ പറ്റത്തില്ല. നീ എന്നെ ഏത് സ്ഥലത്ത് വിട്ട് കഴിഞ്ഞാലും അവിടെ ആരുണ്ടായിരിക്കും എന്റെ കൂടെ?
എന്റെ കർത്താവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് എന്റെ നാട് കടത്താൻ പറ്റത്തില്ല. ഉടനെ പറഞ്ഞു, then I will kill you. എന്നാ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു രാജാവ്. അദ്ദേഹം പറഞ്ഞതറിയാം, that also you cannot do my king because I am a dead man for the last 40 years. അതും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മരിച്ച വ്യക്തിയാണ്. ഇല്ലേ, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഒരു മരിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കർത്താവിനെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ശരീരം അവിടുന്ന് കെട്ടിയിടാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ആരെ ആരാധിക്കണമെന്നുള്ളതിനെ കുറിച്ച് ആര് തീരുമാനിച്ചാലേ പറ്റുള്ളൂ? നമ്മൾ തീരുമാനിച്ചാലേ പറ്റുള്ളൂ. ഇല്ലേ, എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഒരാളെ കൊണ്ട് നമുക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാ വല്ല ഇതുണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാനൊരു പ്രാവശ്യം മധ്യപ്രദേശിലുണ്ടായ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ പോലീസ് ഞങ്ങളെ മതപരിവർത്തനം എന്നുള്ള നിലയിൽ പിടിച്ചു. എന്നോട് ഇവിടെ ഞാൻ അവരാദ്യം പത്രക്കാരാണെന്നൊക്കെ പറഞ്ഞാണ് വന്നതൊക്കെ. ആൻഡ് ദെൻ ഫൈനലി ഐ കെയിം ടു നോ ദാറ്റ് അവർ തന്നെ പറഞ്ഞു, വി ആർ LIB ഓഫീസേഴ്സ്, ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഓഫീസേഴ്സ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഓഫീസിൽ എന്നെ വിളിപ്പിച്ചു. എന്നോട് അയാളെ ഇൻസ്പെക്ടർ ഒത്തിരി നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ട്രാക്ട് ഒക്കെ കാണിച്ചു. ഞാൻ കൊടുത്ത ട്രാക്ട്. അപ്പം ഇത് നീ കൊടുത്താണ്? ഞാൻ പറഞ്ഞു, ഇതല്ല, ഞാൻ ഇവിടെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ധാരാളം ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി ലോ. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് സർവീസ് ഇസ് എ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് അൺലോഫുൾ ടു പ്രൊപ്പഗേറ്റ് മൈ റിലിജിയൻ. ഞാനിങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അത് പറ്റത്തില്ല, നിനക്ക് നീ കൺവേർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ ഒരാളിപ്പം യേശുവിനെ സ്വീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ അപ്രീഷിയേറ്റ് ഇറ്റ്. യു കനോട്ട് ഫോഴ്സ് സംബഡി ടു അക്സെപ്റ്റ് റിലിജിയൻ. ഞാനിത് പറഞ്ഞു, എന്റെ പൊന്നു സാറേ, ഇതൊന്ന് പറഞ്ഞതാ എങ്ങനെയായി ഫോഴ്സ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഈവൻ യു ഷുഡ് അക്സെപ്റ്റ് ജീസസ്, അതാ എന്റെ മനസ്സിലെ ആഗ്രഹം. ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ബിക്കമിങ് എ ക്രിസ്ത്യൻ, ബട്ട് ഹൗ കൻ ഐ ഫോഴ്സ് യു? ടെൽ മീ. ഇയാളെ കൺഫ്യൂസ്ഡ് ആയി. ഇയാളെ കുറിച്ച് ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇൻസ്പെക്ടറാണ്. ഇവരാണ് IBക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. IBക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. പോലീസ് സ്റ്റേഷൻ അല്ല, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഓഫീസാണ്, IBയുടെ ഓഫീസാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ടെൽ മീ, ഹൗ കൻ ഐ ഫോഴ്സ് യു? നോ, ഐ കനോട്ട് ഫോഴ്സ് യു. യു ഹാവ് യുവർ ഓൺ വിൽ, മൈൻഡ്, ആൻഡ് ഹൗ കൻ ഐ ഫോഴ്സ് യു? ഐ കൻ ജസ്റ്റ് ടെൽ അബൌട്ട് the love of Jesus, and that's the only thing I can do, and that's what I am doing. Not asking people to accept. I cannot force. Let me get an idea of forcing somebody. അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്തേനെ, പക്ഷെ അങ്ങനെ ചെയ്യാൻ ഒരു മാർഗവും ഇല്ല സാറേ. അങ്ങനെ ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. റൈറ്റ് അല്ലേ? എന്നതുപോലെ ഇവിടെ യോശുവ പറയാണ്, ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തൊന്നും ഇപ്പം വർഷിപ്പ് ചെയ്യിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അല്ലേ? അത് ചെയ്യുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. ബട്ട് എന്റെ കാര്യത്തിൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് നമുക്ക് തീരുമാനിക്കാം. അത് ആർക്കാ തീരുമാനിക്കാൻ പറ്റുന്നത്? നമുക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങളെല്ലാം കൂടെ നാഷണൽ ഗോഡായിട്ട് ബാലിനെ തെരഞ്ഞെടുത്താലും ഞാൻ ആരെ തന്നെ ആരാധിക്കും? യഹോവയെ തന്നെ ആരാധിക്കും. അതാണ് അവൻ പറയുന്നത്. ഇനി 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ജനങ്ങൾ പറയാണ്. ജനം പറഞ്ഞു, എന്താ, ഞങ്ങൾക്ക് വേറെ ദൈവത്തെ വേണ്ട, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും, മാറ്റമില്ല. ഇല്ലേ? 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 19, 20 വാക്യങ്ങളിൽ പറയുന്നത് യോശുവ വളരെ കൃത്യമായിട്ട് പറയാണ്. അത് ആവേശത്തിന്റെ പുറത്ത് പറയുന്നത്, ഞങ്ങൾ യഹോവയെ തന്നെ അങ്ങ് സേവിക്കും എന്ന് പറയുന്നത്. എന്നിട്ടൊന്നറിയാമോ? 19 വാക്യത്തിൽ യോശുവ എന്നതോടെ, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. ഒരു നേതാവ് പറയാ, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എങ്ങനെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തവനെ കൊണ്ട് അങ്ങ് തീരുമാനം എടുപ്പിക്കുകയല്ലേ വേണ്ടത്. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ഡിസിഷൻ എടുപ്പിച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും പറയാതെ ആണ് ആളുകളോട് പലപ്പോഴും ഡിസിഷൻ എടുക്കാനായിട്ട് പറയുന്നത്. കോൺസിക്വൻസസ് ഒന്നും പറയാനാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അറിയാമോ? ഇവിടെ യോശുവ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് രണ്ടുകൂട്ടരെ അറിയാം. ഐ നോ ഹൂ ഗോഡ് ഈസ്, ഐ നോ ഹൂ യഹോവ ഈസ്, ആൻഡ് ഐ നോ യു ഓൾസോ. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ഇത് നമ്മൾ ആളുകളോട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട